നമസ്കാരം. പാകിസ്ഥാൻ ആടി ഉലഞ്ഞ് നിൽക്കുന്നു. ഒരു മരം വെട്ടുമ്പോൾ 4 പാടും വെട്ടി അത് വളരെ നേർത്ത ഒരു നടുഭാഗമാകുമ്പോൾ ഒന്ന് ഉന്തിയാൽ താഴെ വീഴുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അതുപോലെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ന ഒരു പൊതു നിരീക്ഷണം പല കോണുകളിലുമുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് ഭാരതം ഉചിതമായ തക്കതായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രൂപത്തിൽ നൽകിക്കഴിഞ്ഞുള്ള ഏറ്റവും അവസാനത്തെ ഒരു സ്ഥിതി നമ്മൾ നോക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. പാകിസ്ഥാൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ്. ഒരു ഫെഡറൽ സമൂഹം, പഞ്ചാബ് ഡോമിനേഷനുള്ള ഒരു സമൂഹം. പക്ഷേ ബലൂച്ചുകൾ, സിന്ധികൾ, അതുപോലെ പഷ്തു ഭാഷ സംസാരിക്കുന്നവർ, കാശ്മീറുകൾ, പാക് അധിനിവേശ കാശ്മീരിലെ ആളുകൾ എല്ലാം ചേർന്ന പാകിസ്ഥാൻ ഇന്ന് പഞ്ചാബ് മാത്രമായി ഒതുങ്ങുകയാണോ എന്ന ഒരു സന്ദേഹം. എന്തുകൊണ്ട് പഞ്ചാബ്? പാകിസ്ഥാൻ്റെ വ്യവസായ തലസ്ഥാനം, പാകിസ്ഥാൻ്റെ കാർഷിക വ്യവസ്ഥിതിയുടെ നട്ടെല്ല്, പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ, മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ കൺട്രോൾ കംസ് ഫ്രം റാവൽപിണ്ടി, ലാഹോർ ബെൽറ്റ്. അത് കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമാബാദ്, ആ ഒരു വിഭാഗമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ആ പഞ്ചാബ് കേന്ദ്രീകരിച്ചാണ് തീവ്രവാദ കേന്ദ്രങ്ങളെ ഭാരതം ആക്രമിച്ചതും എയർ ഫീൽഡുകളും ഒക്കെ പാക് അധിനിവേശ കാശ്മീരിലെ മാത്രമല്ല പഞ്ചാബിലെ ഫീൽഡുകളാണ് നശിപ്പിച്ചത്. ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും പഞ്ചാബിലെ കേന്ദ്രങ്ങൾ, പാക് പഞ്ചാബിലെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ചുട്ടുകരിച്ചത്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പാകിസ്ഥാൻ്റെ വൈവിധ്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ഇപ്പോൾ ഇന്ത്യ സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് ഭാരതത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഒരുങ്ങുകയാണ്. അതേക്കുറിച്ചുള്ള വിവാദങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് ബലൂചിസ്ഥാനാണ്. നമുക്കറിയാമല്ലോ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറെക്കാലമായി പാകിസ്ഥാനുമായി സന്ധിയില്ലാ സമരത്തിലാണ്. പാകിസ്ഥാൻ സൈനികർ എത്രയോ പേരാണ് ബലൂചിസ്ഥാനിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ബലൂചിസ്ഥാനിൽ നിന്നും ഖൈബർ പഖ്തൂൺഖ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ക്വറ്റയിൽ നിന്നും പെഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് തീവ്രവാദികൾ, ബലൂച്ച് ലിബറേഷൻ ആർമി പ്രവർത്തകർ ഹൈജാക്ക് ചെയ്യുന്നതും അനേക പാകിസ്ഥാൻ മിലിറ്ററി ഒഫീഷ്യൽസിനെയും മറ്റ് ഇടങ്ങളിലുള്ള പാകിസ്ഥാൻകാരെയും വധിച്ചതും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവം ഫ്രഷായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടല്ലോ. ഇവിടെ ബലൂചിസ്ഥാൻ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബലൂചിസ്ഥാൻ എന്ന രാജ്യമൊന്നും ആയില്ല, ബലൂചിസ്ഥാൻ എന്ന സംസ്ഥാനവും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചില്ല. പക്ഷേ അവിടുത്തെ വളരെ ഇൻഫ്ലുവൻഷ്യൽ നേതാവ് മിറിയാർ ബലൂച്ച്, അദ്ദേഹം ഒരു കവിയാണ്, സാഹിത്യകാരനാണ്, സാംസ്കാരിക നായകനാണ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ബലൂചിസ്ഥാൻ പരമാധികാര സ്വതന്ത്ര രാജ്യമായിരിക്കുന്നു. ഇനി വേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അംഗീകാരമാണ്. അതിനായി ഇന്ത്യയിലൊരു എംബസിയോ കോൺസുലേറ്റോ തുറക്കാനുള്ള അനുവാദമാണ് ബലൂചിസ്ഥാൻ ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയോട് ചോദിക്കുന്നു, ഞങ്ങൾക്കൊരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് അയക്കണം, UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അയക്കണം. കാരണം പാകിസ്ഥാൻ്റെ സൈന്യം അവിടെ തേർവാഴ്ച നടത്തുകയാണ്. ബലൂച്ച് വിഘടനവാദികളെ അവരെ കയ്യാമം വെച്ച് കൊണ്ടുപോവുകയും പിന്നീട് അവരങ്ങ് അപ്രത്യക്ഷമാകുകയാണ്. വിചാരണയില്ലാതെ ഒന്നുകിൽ അവരെ കൊന്നു കളയുകയാണ്, അല്ലെങ്കിൽ തടവിൽ പാർപ്പിക്കുകയാണ്, അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. അനവധി ബലൂച്ച് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി ബലൂചിസ്ഥാനോട് കാട്ടുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനം അതൊരു വശത്ത്. ബലൂചിസ്ഥാനിലെ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ 1970-71 ആയപ്പോൾ തന്നെ അവിടെ വിഘടനവാദം തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ ബലൂചിസ്ഥാനിൽ ഈ ബംഗ്ലാദേശ് വിമോചിപ്പിക്കുന്ന ആ ഒരു സമയം മുതലാണ് ബലൂചിസ്ഥാനിലും സിന്ധിലും പ്രക്ഷോഭങ്ങൾ തുടങ്ങിയത്. ഈ 2 പ്രദേശങ്ങളും, സിന്ധിനെക്കുറിച്ച് ഞാൻ പറയാം, ഈ വീഡിയോയിൽ തന്നെ സിന്ധിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഈ 2 പ്രദേശങ്ങളിലും ജനങ്ങൾ വേറിട്ട് പോയി സ്വതന്ത്ര രാജ്യമാകണമെന്ന ചിന്ത ആവിഷ്കരിക്കപ്പെടുന്നത് 70കളുടെ ആദ്യമാണ്. ബലൂചിസ്ഥാനിൽ അങ്ങനെയാണ്. ബലൂചിസ്ഥാൻ്റെ ഒരു ഒരു ചെറിയ ഇൻറ്റേർണൽ ലീഡർഷിപ്പ് അവിടെ ഉണ്ടാകുന്നു. 1975 ജനിച്ച അസ്ലം ബലൂച്ച്, അദ്ദേഹമാണ് ഏറ്റവും വലിയ ബലൂച്ച് ദേശീയവാദിയായും പാകിസ്ഥാൻ ഭീകരനായും ഒക്കെ കാണുന്ന അസ്ലം ബലൂച്ച്. അദ്ദേഹം അച്ചു
എന്ന് വിളിപ്പേര് കൊണ്ട് അറിയപ്പെടും. അതുപോലെ ഉസ്താദ് എന്നും പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം 2018 വലിയ രീതിയിലാണ് ആക്രമണങ്ങളെ ആസൂത്രണം ചെയ്ത് നടത്തിയത്. 2010 അദ്ദേഹം ഒരു മജീദ് ബ്രിഗേഡ് എന്ന ഒരു ആംഡ് യൂണിറ്റ് തുടങ്ങുകയാണ്. അതാണ് മജീദ് ബ്രിഗേഡാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ടി വലിയ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ നേരിടുന്നത് അന്നാണ്. അദ്ദേഹം വധിക്കപ്പെടുന്നത് കാണ്ഡഹാറിൽ വെച്ചാണ്, അഫ്ഗാനിസ്ഥാനിൽ വെച്ചാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ചേർന്നുകൊണ്ട് അവിടുത്തെ താലിബാൻ ഗവൺമെൻറ്റുമായി ഒക്കെ ഒരു സന്ധി ചെയ്തുകൊണ്ട് 2018 അന്ന് താലിബാനല്ല, മറിച്ച് അഫ്ഗാനിസ്ഥാനിലെ വിഘടനവാദികൾ, അഫ്ഗാനിസ്ഥാനിലെ തീവ്ര റാഡിക്കൽ വിഭാഗങ്ങളുണ്ട്, അവരുമായി കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടം, വിസ്മയകരമായ പോരാട്ടമാണ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തിയത്. $5 ബില്യൺ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പാകിസ്ഥാൻ വിലയിട്ടിരുന്നത്. ആ ആൾ കൊല്ലപ്പെട്ടു എങ്കിലും ബലൂച്ച് ലിബറേഷൻ എന്ന ഒരു ആഗ്രഹം ജനമനസ്സുകളിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു. ആ ആഗ്രഹമാണ് ഇപ്പോൾ കവിയുടെ രൂപത്തിൽ പുറത്തു വരുന്നത്. ഈ കവി ചില്ലറക്കാരനല്ല, അദ്ദേഹം വലിയ തോതിൽ ജനങ്ങളെ ഇളക്കി മറിക്കുന്ന കവിതകൾ എഴുതി ദേശീയ ഗാനങ്ങൾ എഴുതുന്ന ഒരു ആളുമാണ്. ഇനി ബലൂചിസ്ഥാൻ്റെ ഒരു ചരിത്രത്തിലേക്കൊന്ന് ചെറുതായി എത്തി നോക്കിയെങ്കിൽ മാത്രമേ ബലൂചിസ്ഥാന് സ്വതന്ത്ര രാജ്യ പദവി ന്യായമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവും. ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന ആ ഒരു സമയമുണ്ട്. 1947 ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് ഇന്ത്യ സ്വതന്ത്രമായി, പാകിസ്ഥാൻ സ്വതന്ത്രമായി, ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇതാണ് പൊതുവെ കേട്ടത്. പക്ഷേ ആ പ്ലാൻ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾക്ക്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് എന്തും ചെയ്യാമായിരുന്നു, അവർക്ക് സ്വതന്ത്രമായി നിൽക്കാമായിരുന്നു. അങ്ങനെയാണല്ലോ കാശ്മീർ, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശം ഹരി സിംഗ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നീടാണല്ലോ ഒരു മിലിറ്ററി ആക്ഷനിലൂടെ ഇന്ത്യ ആ ഭാഗം പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത് പിന്നീടാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സേഷൻ പിന്നീടാണ് സൈൻ ചെയ്തത്. ഇതേപോലെ തന്നെ 1947 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലൂചിസ്ഥാൻ്റെ രാജാവ് ഖാനേറ്റ് ഓഫ് ബലൂച്ച് എന്നാണ് പറയുക. ഖാൻ രാജാവ്, ബലൂചിസ്ഥാനെ ആ ഭാഗം പറയുന്ന ക്വറ്റ, ആ പ്രദേശത്ത് പറയുന്ന കലാറ്റ്, KALAT, കലാത്താണ് ക്വറ്റ ആയി മാറിയത്. ക്വറ്റയാണ് ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനം. ആ തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന, നൂറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന ഗോത്രവർഗ സംസ്കാരമുള്ള ഒരു ജനത, ആ ജനതയുടെ രാജാവ് ഖാൻ. ആ ഖാൻ രാജാവിനെ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന സൗഹൃദത്തിലാക്കി അവസാനം സ്വന്തം രാജ്യം നിങ്ങൾ ആയിക്കോളൂ എന്ന ധാരണയിൽ നിന്നും പിന്തിരിഞ്ഞ് മിലിറ്ററി ആക്ഷനിലൂടെ 1948 ആ പ്രദേശം പാകിസ്ഥാൻ സൈന്യം കീഴടക്കി. അങ്ങനെ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പലർക്കും അധികം അറിയാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ പാകിസ്ഥാൻ കീഴടക്കിയതാണ്. അങ്ങനെയുള്ള രാജ്യമാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് ഇതാണ്: ഞങ്ങൾക്കൊരു കറൻസി വേണം, ഞങ്ങൾക്ക് കറൻസി അച്ചടിക്കാനുള്ള പണം വേണം, ഒരു റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനം വേണം, അതിന് ഐക്യരാഷ്ട്ര സംഘടന ഞങ്ങളെ സഹായിക്കണം, ലോകരാജ്യങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകണം. അവരാഗ്രഹിക്കുന്നത് ഭാരതത്തിൻ്റെ പിന്തുണയാണ്. ഭാരതം ഔപചാരികമായി ബംഗ്ലാദേശിനെ ഔപചാരികമായി മോചിപ്പിച്ച പോലെ ഒരു സൈനിക നടപടികളിലൂടെ, ഇത് സൈനിക നടപടികളിലൂടെ അല്ല എങ്കിൽ പോലും അവർ ആഭ്യന്തരമായി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും വേറിട്ട് പോകണം. അപ്പോൾ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഇത് ഇറാനും ഒരു വിഷയം തന്നെയാണ്, ബലൂച്ച് വിഷയം. കാരണം ബലൂച്ച് ജനത അതിനൊരു നല്ല പങ്ക് ഇറാനിലാണ്. ഇറാൻ്റെ തെക്ക് കിഴക്കൻ ഭാഗം, പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രദേശവുമാണ്. 42% പാകിസ്ഥാൻ്റെ ഭൂമി ബലൂചിസ്ഥാനിലാണ്. അത് മിനറൽ റിച്ചാണെന്ന് ഓർക്കണം. വലിയ തോതിൽ ധാതുക്കൾ, ലവണങ്ങൾ എല്ലാം ഉണ്ട്. അതാണ് ചൈനീസ് കമ്പനികൾക്ക് എഴുതി കൊടുക്കുന്നത്. അതിൽ ഖിന്നരായാണ് ജനം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. ചൈനീസ് ടാങ്കറുകളെല്ലാം, ചൈനീസ് സംവിധാനങ്ങളെ, ചൈനീസ് എഞ്ചിനീയർമാരെ നിരന്തരം ആക്രമിക്കുകയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രധാന പാത കണ്ണി എത്തുന്നത് ചൈനീസ് സഹായത്തോടു കൂടി ബലൂചിസ്ഥാനത്തേക്കുള്ള ഗ്വാദർ തുറമുഖത്ത് വികസനത്തിന് വേണ്ടിയാണ്. അപ്പം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചൈന ഔട്ട്, പാകിസ്ഥാൻ നോ ചൈന, നോ പാകിസ്ഥാൻ, ഓൺലി ബലൂചിസ്ഥാൻ എന്ന മുദ്രാവാക്യമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പഷ്തു വിഭാഗത്തിലെ ഖൈബർ പഖ്തൂൺഖ വിഭാഗത്തിൻ്റെ ഒരു പിന്തുണ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്തുണ എല്ലാം തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ആയി മാറുമോ? നമ്മുടെ സർവകക്ഷി സംഘം ലോകരാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ
പാകിസ്ഥാനുള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് കൂടി വെളിച്ചം വീശുന്ന പ്രസ്താവനകൾ. കാരണം പാകിസ്ഥാൻ ആഭ്യന്തര വൈരുദ്ധ്യം കൊണ്ട് തകരുകയാണ്. അതിൽ നിന്നും പരാജയം മറച്ചുവെക്കാനായി ഭീകരരെ പഞ്ചാബിലും കാശ്മീരിലും ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് വിടുകയാണ് എന്ന നറേറ്റീവിന്, അതും കാശ്മീർ ഇന്ത്യയുടെ പ്രദേശമാണ്, തർക്കവിഷയമല്ല എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കണം. കാരണം കാശ്മീരിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കാരണം ഇന്ത്യയുടെ ഭൂമിയാണത്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനാണ് അവർ പോകുന്നത്. കൂട്ടത്തിൽ ബലൂച്ച് വിഷയം സംസാരമാകാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സിന്ധിലെ വിഷയവും. സിന്ധുദേശ് ഇതൊരു മൂവ്മെൻറ്റാണ്. 1970-71 മുതൽ ഇത് സമാന്തരമായി ബലൂചിസ്ഥാനോടൊപ്പം തന്നെ സിന്ധും ഈ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സിന്ധിനോടും അവഗണനയാണ്. സിന്ധു നദി ഒഴുകിയെത്തുന്ന ഇടമാണ് തെക്കൻ പ്രദേശം, പാകിസ്ഥാൻ്റെ തെക്കൻ പ്രദേശം. അതിൻ്റെ തലസ്ഥാനമാണ് കറാച്ചി എന്ന നഗരം. അപ്പോൾ കറാച്ചി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റാണ് ജയ് സിന്ധ് മധേഷ് 72 സ്ഥാപിച്ചു. അതൊരു വിഘടന പ്രസ്ഥാനം എന്ന് പറയാനാവില്ലെങ്കിലും സാംസ്കാരിക സംഘടന. പക്ഷേ വിഘടനത്തിൻ്റെ എല്ലാ ലാഞ്ചനകളും ഉണ്ട്. അവരുടെ ഡിമാൻഡാണ് ഒരു റെഫറൻഡം നടത്തി സിന്ധിലെ ആളുകൾ തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത്. അവരുടെ മുദ്രാവാക്യം ഇതാണ്: പോരാ പോരാ പാകിസ്ഥാൻ, ഇല്ലേ, പാകിസ്ഥാൻ പോരാ, നോ ചൈന ആൻഡ് ഗോ ചൈന, നോ ചൈന ഗോ ചൈന. ചൈനീസ് സ്വാധീനം അവർ അംഗീകരിക്കുന്നില്ല, പാകിസ്ഥാൻ മേധാവിത്വം അംഗീകരിക്കുന്നില്ല. സിന്ധിലെ ജനതയും വിഘടനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. പക്ഷേ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ അത്രയും ശക്തമായ ഒരു സംവിധാനം അവിടെ ഇല്ല. ഷെയ്ഖ് അയാസ് എന്ന കവിയുടെ സിന്ധിൻ്റെ ദേശഭക്തി ഗാനം ഉൾപ്പെടെ സിന്ധിനെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അതുപോലെ GM സയ്യിദ് എന്ന നേതാവാണ് ഈ സിന്ധിൻ്റെ ഈ വലിയ രീതിയിലുള്ള സിന്ധ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന നേതാവ്. അദ്ദേഹത്തിന് ഷാഫി ബർഫത്ത് എന്ന നേതാവിൻ്റെ വലിയ പിന്തുണയുണ്ട്. അതുകൊണ്ട് ഇവർ ആർമി 2010 സിന്ധുദേശ് ലിബറേഷൻ ആർമിയുടെ വകയായ വലിയ തോതിലുള്ള ആക്രമണം നടന്നു. കാരണം ഈ റെയിൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടന്നു. 2012 ആ ഒരു മൂവ്മെൻറ്റിനെ തന്നെ ബാൻ ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ മൂവ്മെൻറ്റ് സജീവമായി തന്നെ രംഗത്തുണ്ട് എന്നോർക്കുക. അതോടൊപ്പം തന്നെ പഷ്തുക്കളുടെ കാര്യം കൂടെ ചേർക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം അവതാളത്തിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു വിഭാഗം വിഘടിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് ആദ്യം പോകുന്നത് ബലൂചിസ്ഥാൻ ആയിരിക്കില്ല, സിന്ധായിരിക്കില്ല, അത് ഖൈബർ പഖ്തൂൺഖ മേഖലയായിരിക്കും. പത്താന്മാർ അവർ പ്രതാപികളായ ആളുകളാണ്. ആർക്കും വഴിപ്പെടുന്ന കീഴടങ്ങുന്ന വിഭാഗമല്ല. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും അധിവസിക്കുന്ന പഷ്തു ജനത അടിച്ചമർത്തപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ട്. അവരുടെ നേതാവ് ഈ ഇമ്രാൻ ഖാൻ ഉൾപ്പെടെയുള്ളവർ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയ പ്രക്രിയ പോലും അനുവദിക്കാത്ത രീതിയിൽ വലിയ രീതിയിലാണ് അടിച്ചമർത്തൽ, പാകിസ്ഥാൻ പഞ്ചാബിൻ്റെ അടിച്ചമർത്തൽ ഈ 3 പ്രദേശങ്ങളിലും, സിന്ധിലും ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖയിലും ഒരുപോലെ നടക്കുന്നു. ഏറ്റവും അധികം കായികമായി പാകിസ്ഥാൻ സൈന്യത്തെ നേരിടുന്നത് പഷ്തുക്കളാണ്. പാക് താലിബാൻ, തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന ആയിരക്കണക്കിന് സൈനികരെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വധിച്ചത് എന്നോർക്കണം. പാകിസ്ഥാൻ സൈന്യത്തിന് കടന്ന് കയറാനാവാത്ത രീതിയിൽ ആ പ്രദേശം അന്യം നിന്ന് പോയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ലോഭമില്ലാത്ത സഹകരണം ഇപ്പോഴത്തെ താലിബാൻ സർക്കാരിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പാക് താലിബാനും യഥാർത്ഥ അഫ്ഗാൻ താലിബാനും കൈകോർത്ത് പാകിസ്ഥാനെതിരെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെ ഈ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് അപലപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് അപ്രതീക്ഷിതമായ സഹായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും, അതുപോലെ ബലൂച്ചുകളുടെ ഭാഗത്തു നിന്നും. അതേസമയം തന്നെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ സാധാരണക്കാരിൽ നിന്നും പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല. അവർ ഗവൺമെൻറ്റിന് എതിരാണ്. എന്നാൽ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഇവിടങ്ങളിലെ നേതൃത്വത്തിനുള്ളത്, യഥാർത്ഥ നേതൃത്വത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഈ രൂപത്തിൽ പോയാൽ, ഇന്ത്യ വിരോധവുമായി, ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളുമായി ഈ രൂപത്തിൽ പോയാൽ, ഇന്ത്യ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ഗോ ഹൈപ്പർ ആക്റ്റീവ് ഇൻ ബലൂചിസ്ഥാൻ ആൻഡ് ഖൈബർ പഖ്തൂൺഖ. പാകിസ്ഥാൻ്റെ പകുതിയിലധികം പ്രദേശം മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനില്ല. പഞ്ചാബ് മാത്രമായി പാകിസ്ഥാൻ ഒതുങ്ങും. പാക് അധിനിവേശ കാശ്മീരിൻ്റെ മോചനവും കൂടെ ആയിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നത് ഒരു ശക്തിയെ അല്ലാതായി മാറും. അത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ്
ഇവിടുത്തെ കാതലായ ചോദ്യം. അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ ദുർബലമായ ഒരു വിക്കറ്റിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിച്ചുകൊണ്ട് ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൺഖ്വയിലെയും ഒരു വിഭാഗം ജനങ്ങളെയെങ്കിലും മുഖ്യധാരയിൽ നിലനിർത്താൻ വേണ്ടി പെടുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ബലൂച്ച് നേതാക്കൾ പറയുന്നത് എന്താണ്? പാകിസ്ഥാൻ സൈന്യത്തിലുള്ള ഞങ്ങളുടെ ആളുകൾ തിരിച്ചു പോരൂ, നിങ്ങളുടെ ആളുകൾ ബലൂചിസ്ഥാനിലുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം, ഒരൊറ്റ പഞ്ചാബ് ബലൂചിസ്ഥാനിൽ ഇനി കാലുകുത്തരുത്. ഇങ്ങനെയുള്ള അന്ത്യശാസനങ്ങളുമായി നീങ്ങുമ്പോൾ ആഭ്യന്തരമായി തകർച്ചയുടെ പടുകുഴിയിലാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ ഈസ് പുട്ടിങ് എ ബ്രേവ് ഫേസ്. ഇതാണ് അവിടുത്തെ അവസ്ഥ.